കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷ തുടരുകയാണ്. വിവരങ്ങൾ നൽകാനായി വിജൻ വായാന്തോട് തത്സമയം ചേരുന്നുണ്ട്. വിജൻ, വലിയ പ്രതിഷേധമാണ് അല്പസമയം മുമ്പ് വരെ ഡിവൈഎഫ്ഐയുടെയും ASFന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണോ? SFIയുടെ രാജ്ഭവൻ മാർച്ച് അതെപ്പോഴാണ്? അമൃത, എന്തായാലും നിലവിൽ പൂർണ്ണമായ പോലീസ് വിന്യാസത്തിൽ തന്നെയാണ് സർവകലാശാല ഉള്ളത്. നിലവിൽ ഇവിടെ ഇപ്പോൾ ശാന്തമാണ് എന്ന് പറയാം. പക്ഷേ ഇവിടത്തേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്പസമയം മുമ്പ് ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി എത്തിയ വിദ്യാർത്ഥികൾ അവർക്ക് പാസ് നൽകി പോലീസ് ഉദ്യോഗസ്ഥർ എത്തി അവരെ ബാക്ക് ഭാഗത്തൂടെയാണ് സർവകലാശാലയുടെ അകത്തേക്ക് എത്തിച്ചത്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കി ഇവിടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ SFI സമരത്തിൽ VCയുടെ ചേംബറോളം പോകുന്ന സമരം നടന്നതിനെ തുടർന്നാണ് വലിയ സുരക്ഷ പോലീസ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. KSUവും ഇന്ന് സമരം നടത്തും, പ്രതിഷേധ സംഗമം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സുരക്ഷയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാ ഭാഗത്തും പോലീസുണ്ട്. ഏത് സമയത്തും KSU പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടാകാം. സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോഴും നാടകീയ രംഗങ്ങളും അസാധാരണ നീക്കങ്ങളും ഒക്കെ തന്നെയാണ് നടക്കുന്നത്. അല്പസമയം മുമ്പ് VC മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്ക് ഈ ഫയലുകൾ കൈമാറരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർവകലാശാലയുടെ കമ്പ്യൂട്ടർ വിഭാഗം മേധാവിക്കാണ് അദ്ദേഹം അങ്ങനെയൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരൊക്കെ ഈ ഫയലുകൾ കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലാത്ത സാഹചര്യം തന്നെയാണ് നിലവിൽ സർവകലാശാലയിൽ ഉള്ളത്. വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെയായി എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം SFI രാജ്ഭവനിലേക്ക് നടത്താനിരിക്കുന്ന പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ പാടെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ വൈസ് ചാൻസലർമാരുടെ നടപടിയുമായി ബന്ധപ്പെട്ടും ഉള്ള വലിയ പ്രതിഷേധത്തിലാണ് തിരുവനന്തപുരം നഗരം മുങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. തുടർ ദിവസങ്ങളിൽ VCയുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ചാൻസലറുടെ ഭാഗത്തുനിന്നും ഒപ്പം സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായും കണ്ടറിയേണ്ടത്. പക്ഷേ ഇപ്പോഴും ഭരണതലത്തിൽ വലിയ പ്രതിസന്ധിയാണ് സർവകലാശാല നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമൃത. ശരി, വിജയൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം SFI കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കും മാർച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധക്കാർ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളുമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, അവിടെ എന്താണ് സാഹചര്യം? സൂചിപ്പിച്ചതുപോലെ പ്രവർത്തകർ മതിൽ ചാടി കടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയോ? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ ലിജോ? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? അമൃത, ഇപ്പോഴാണ് ഏകദേശം മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ചുമായി എത്തിയത്. നമുക്ക് കാണാം വലിയ രീതിയിൽ പോലീസ് ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ട് അതിനെ തടക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിലൊന്നും നിന്നില്ല. ഈ കാണുന്നത് പോലെ തന്നെ ഇതാ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഇതാ ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നു. അതാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് എത്തിയിരിക്കുന്നു. ഈ ദൃശ്യത്തിൽ കാണുന്നത് അതായത് പോസ്റ്റ് ഓഫീസിലേക്ക് കടക്കാനായിട്ട് പ്രവർത്തകർ ശ്രമിക്കുകയാണ്. വാതിൽ പൂട്ടിയിടുന്നതിൽ പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിലേക്ക് നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരാണ് പോസ്റ്റ് ഓഫീസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നത്. പോലീസ് ഒരുക്കിയിരുന്ന സുരക്ഷാ സൗകര്യങ്ങളെല്ലാം തന്നെ അപ്പാടെ തകർത്തുകൊണ്ടാണ് SFIയുടെ പ്രവർത്തകർ ഇവിടെ ചാടിക്കടന്നത്. വനിതാ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതെല്ലാം തകർന്നു പോവുകയാണ്. പോലീസ് ഇവിടെ എന്ത് സുരക്ഷയാണ് ഒരുക്കിയെന്നുള്ള ചോദ്യം നേരത്തെ എടുത്തിരുന്നു. നാമമാത്രമായി അതായത് 200ഓളം വരുന്ന പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ നേരിടാൻ ഉണ്ടായിരുന്നത് 25-ൽ താഴെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. അത് തന്നെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ ഇങ്ങനെ മതിയോ സുരക്ഷ ഒരുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള കുന്തും തള്ളും പിടിവലിയും ഒക്കെ നടക്കുകയാണ്. അതായത് കൂടുതൽ കൊല്ലം ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. അവരിപ്പോൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.